ജില്ലാ നേതൃയോഗങ്ങൾക്ക് പിന്നാലെ CPM ഏരിയ കമ്മിറ്റികളിലും നേതൃത്വത്തെ കടന്നാക്രമിച്ച് വിമർശനം. തളിപ്പറമ്പിൽ MV ഗോവിന്ദനും KK രാഗേഷിനുമെതിരെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ആഞ്ഞടിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി പോലുമാകാത്ത KK രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കിയതിന്റെ ദുരന്തമാണ് കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ വിള്ളൽ വീണതിന് കാരണമെന്ന കുറ്റപ്പെടുത്തലുണ്ടായി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആവശ്യമുയർന്നു. KK രാഗേഷ് അമുൽ ബേബി എന്നാണ് പരിഹാസം. വിവരങ്ങളുമായി റാഹിസ് റഷീദ് ഉണ്ട്. റാഹിസ് റഷീദ്, വിമർശനങ്ങൾ അവസാനിക്കുന്നില്ല. അത് പിണറായി വിജയനെതിരെയുണ്ട്, ഗോവിന്ദൻ മാഷിനെതിരെയുണ്ട്. ഒപ്പം കണ്ണൂരിലാണെങ്കിൽ തളിപ്പറമ്പിൽ നിന്ന് രൂക്ഷ വിമർശനമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നാണോ മനസ്സിലാക്കുന്നത്? അരുൺകുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റികളിലും ഉണ്ടായ നേതൃത്വത്തിനെതിരായ വിമർശനത്തിന്റെ തുടർച്ചയാണ് ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും ചേരുന്നത്. സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലായിടത്തും ഏരിയ കമ്മിറ്റി യോഗങ്ങൾ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്നതിന് വേണ്ടി ചേരുകയാണ്. അതിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ പിരിച്ചുവിടണമെന്ന് തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആവശ്യമുണ്ടായി. ഒപ്പം EP ജയരാജനെയും KK ശൈലജയെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യം അവിടെ ഉയർന്നു. അമൂൽ ബേബിയെ പോലെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രവർത്തനം. നേതാക്കളുടെ പെട്ടി താങ്ങി നേതൃത്വത്തിലെത്തിയ ആളാണ് KK രാഗേഷ് എന്ന വിമർശനമുയർന്നു. അടൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ചാം ചച്ച ചോം ചച്ച പാട്ട് പോലെയാണ് ഈ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം എന്ന പരിഹാസ രൂപേണയുള്ള കുറ്റപ്പെടുത്തലാണ് ഉണ്ടായത്. കോഴിക്കോട് ഏരിയ കമ്മിറ്റി യോഗത്തിൽ നീ പോ രേവന്ത് എന്ന് പിണറായി വിജയൻ പറഞ്ഞത് വലിയ തിരിച്ചടിയായി എന്ന് പറയുന്നു. ഒപ്പം പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ ഇനിയൊരു തിരിച്ചുവരവ് പാർട്ടിക്കുണ്ടാകില്ല എന്ന വിമർശനം കൂടി അവിടെയും ഉയർന്നിട്ടുണ്ട്. ഇനി ലോക്കൽ കമ്മിറ്റികളിലേക്ക് ചർച്ചകൾ പോവുകയാണ്. താഴെക്കിടയിലുള്ള കീഴ്ഘടകങ്ങളിലേക്ക് പോകുന്തോറും വിമർശനത്തിന്റെ തോത് കൂടിക്കൂടി വരികയാണ്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.